നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പിൽ ഇപ്പോൾ റാഫിഞ്ഞയേക്കാൾ മികച്ചൊരു ബ്രസീലിയൻ താരമുണ്ടോ? ഈ സീസണിലെ പ്രകടനം വെച്ച് റാഫിഞ്ഞയേക്കാൾ മികവിൽ ആരും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സീസണിലെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇന്നലെയും അദ്ദേഹം ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി. ബാഴ്സയുടെ നായകൻ പൊളിച്ചെടുക്കുന്ന കാഴ്ച. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് ഇന്നലെ ബാഴ്സലോണ യങ് ബോയ്സിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തോൽപ്പിക്കുമ്പോൾ സുപ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് റാഫിഞ്ഞയെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് യുവേഫ ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നതും. ഏതായാലും ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കും നോക്കുക. 85 ടച്ചുകൾ, 1 ഗോള്, 6 ഷോട്ട് ഉതിർത്തു, 1 ഓൺ ടാർഗറ്റ്, 1 അസിസ്റ്റ്, 6 കീ പാസുകൾ, 58 പാസുകളിൽ 45 എണ്ണം കൃത്യമായി ലക്ഷ്യത്തില്, 3 ടാക്കിളുകൾ അദ്ദേഹം നടത്തി, 2 ഇന്റർസെപ്ഷൻസ്. അദ്ദേഹത്തിന് sofascore.com നൽകിയ റേറ്റിംഗ് 9.5 ആയിരുന്നു. മറ്റൊരു എക്സലന്റ് പെർഫോമൻസ് ആണ് റാഫിഞ്ഞയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടത്. റാഫിഞ്ഞ ഇപ്പോ പൊളിച്ചെടുക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഇപ്പൊ നോക്കുക, കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് അദ്ദേഹത്തിന്റെ പ്രകടനം. റയൽ വലഡോയിഡിനെതിരെ ഹാട്രിക്, വിയാറയലിനെതിരെ 2 ഗോളുകൾ. ഇപ്പോ ഒരു മസ്വിൻ UCL മത്സരത്തിൽ ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കുന്നു. ചോദ്യം ഇതാണ്, ഈ ബ്രസീലിയൻ താരങ്ങൾ ഇപ്പോ യൂറോപ്പിൽ കളിക്കുന്നവർ വിനിയും റോഡ്രിഗോയും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അവരെക്കാളൊക്കെ മികവിലല്ലേ റാഫിഞ്ഞ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പോ റാഫിഞ്ഞ ഈ സീസണിൽ 10 ഗെയിമുകൾ, 6 ഗോളുകൾ, 3 അസിസ്റ്റുകൾ. എ ഗോൾ ഓർ അസിസ്റ്റ് എവറി 93 മിനിറ്റ്സ്. അതാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ആവറേജ്. ചിലർ പറയുന്നു ദി ബെസ്റ്റ് ബ്രസീലിയൻ ഇൻ ദി വേൾഡ് ദിസ് സീസൺ എന്ന്. ഏതായാലും റാഫിഞ്ഞയ്ക്ക് ഇത് നല്ല കാലമാണ്. ബാഴ്സലോണക്ക് അദ്ദേഹം മുന്നിൽ നയിക്കുന്നത് ഗുണകരമാണ്. ബ്രസീലിനും ചില സ്വപ്നങ്ങൾ കാണാവുന്നതല്ലേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എഴുതാം.